നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സുനാമി 102 സീറ്റുമായി അധികാരത്തിൽ. LDF 35 സീറ്റിലൊതുങ്ങി. NDAയ്ക്ക് ചരിത്രത്തിലാദ്യമായി 3 MLAമാർ. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും UDF തരംഗത്തിലും LDFന് അഭിമാനമായി തലശ്ശേരിയും കൂത്തുപറമ്പും. കാരായി രാജനും PK പ്രവീണും കന്നി അംഗത്തിലൂടെ നിയമസഭയിലേക്ക്. മാഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് T അശോക് കുമാറിന് തിളക്കമേറിയ വിജയം. മുൻ MLA രമേശ് പറമ്പത്തിനെ പരാജയപ്പെടുത്തിയത് 1115 വോട്ടുകൾക്ക്. കേരളത്തിൽ സംവാദമില്ലാതാവുകയും വിവാദം മാത്രം അവശേഷിക്കുകയും ചെയ്തതായി സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. MP ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷികം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ തെക്കു മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റിൽ 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആടിയുലഞ്ഞു. മന്ത്രിമാർ തോറ്റു തുന്നമ്പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാരത്തുടർച്ച നേടിയ LDF 35ലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തിലും കാവിക്കൊടി പാറിച്ചു. സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളെ കേരളം അപ്പാടെ നെഞ്ചേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തു വന്നപ്പോൾ ദൃശ്യമായത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചു റാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തസ്ലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ചരിത്രത്തിലാദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയൻ വിജയിച്ച മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കി. പാലായിലടക്കം തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായി. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ തലശ്ശേരിയിൽ ഇത്തവണയും വിള്ളലില്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാരായി രാജൻ 20,523 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തി. സജീവ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും 69,743 വോട്ടുകൾ നേടിയാണ് കാരായി രാജൻ നിയമസഭയിലേക്ക് വണ്ടി കയറുന്നത്. CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗവും റബ്കോ ചെയർമാനുമായ കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ മണ്ഡലം വലിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ഫസൽ വധക്കേസിലെ ആരോപണങ്ങളും അക്രമ രാഷ്ട്രീയവും SDPI ബന്ധവും എതിരാളികൾ വലിയ ആയുധമാക്കിയെങ്കിലും മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ ഇത് പ്രതിഫലിച്ചില്ല. സ്പീക്കർ AN ഷംസീറിന് പകരക്കാരനായാണ് ഇക്കുറി രാജൻ എത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഷംസീർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചാരണം. 2021 ഷംസീർ നേടിയ 36,801 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത്തവണ കുറഞ്ഞെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിലും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ കാരായി രാജൻ വിജയം ഉറപ്പിച്ചു. തലശ്ശേരിയിൽ ഇതോടെ ചുവപ്പുകൊടി വീണ്ടും പാറി. തലശ്ശേരിയിൽ വിജയിപ്പിച്ചവർക്ക് നന്ദി അറിയിച്ച് കാരായി രാജൻ. സംസ്ഥാനത്ത് നേരിട്ടത് അപ്രതീക്ഷിതമായ തിരിച്ചടി. വൻ വികസന പ്രവർത്തനം നടത്തിയിട്ടും പരാജയപ്പെട്ടത് പാർട്ടി പരിശോധിക്കുമെന്നും കാരായി പറഞ്ഞു. കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നാടിൻ്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല വർഗീയ കലാപത്തിൻ്റെ ഒരു അംശം പോലും അതിൻ്റെ ഒരു തീപ്പൊരി പോലും പാറാതെ സംരക്ഷിച്ച കേരളത്തിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉയർന്നു വന്ന വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾക്ക് വേണ്ടത്ര പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ജനങ്ങളുടെ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനും ഒരുപക്ഷെ കഴിയാതെ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഇടതുപക്ഷ മുന്നണിയും പാർട്ടിയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതുപോലെ വികസനം നടന്ന ഒരു കാലം, ഇത്രയും ക്ഷേമപ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വർഷങ്ങൾ, മതനിരപേക്ഷത കാത്തുസൂക്ഷിച്ച് വർഗീയ കലാപത്തിൻ്റെ ഒരു നേരിയ തരി പോലും വീഴാതെ കാത്തുസൂക്ഷിച്ച ഒരു കാലം ഇതിനു മുമ്പ് മറ്റൊന്നുണ്ടായിട്ടില്ല. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ എവിടെയെങ്കിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതായാലും തലശ്ശേരി അഭിമാനകരമായ വിജയമാണ് ഈ തരംഗത്തിനിടയിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തലശ്ശേരിയുടെ മതനിരപേക്ഷ പാരമ്പര്യം, അതിൻ്റെ ഇടതുപക്ഷ കരുത്ത് ഒരിക്കൽ കൂടി ഈ കൊടുങ്കാറ്റിനിടയിലും ഒലയാതെ പിടിച്ചുയർത്തിപ്പിടിക്കാൻ സാധിച്ച വിധിയെഴുത്താണ് തലശ്ശേരിയിലുണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മണ്ഡലത്തിൽ പുരോഗമനവാദികളായ മതനിരപേക്ഷ വിശ്വാസികൾ എല്ലാ നാട്ടുകാർക്കും ഈ സന്ദർഭത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF തരംഗത്തിനിടയിലും ഇടതുമുന്നണിയുടെ അഭിമാനം കാത്ത് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK പ്രവീൺ. പ്രവീണിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആയിരത്തി 286 വോട്ടുകൾക്കാണ് UDFിലെ ജയന്തി രാജനെ PK പ്രവീൺ പരാജയപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി G ഷിജിലാൽ 3ാം സ്ഥാനത്തെത്തി. കൊളവല്ലൂർ PRM മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകനായ പ്രവീൺ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തുന്നത്. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണിപ്പോൾ. യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. പാനൂർ പഞ്ചായത്ത് അംഗം, പാനൂർ നഗരസഭാ കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റാണ്. കേരഫെഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ്, കേരള ഓട്ടോമൊബൈൽ എന്നീ ബോർഡുകളുടെ അംഗമായിരുന്നു. പരേതനായ KP ദിവാകരന്റെയും PK സരളയുടെയും മകനാണ്. ഭാര്യ ഗീതാഞ്ജലി, ഏകമകൾ അനഘ. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും സഖാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഇവിടെ. മതേതരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വിജയമാണിത്. അവരെ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വികസന പാതയിലേക്ക് എല്ലാവരെയും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനി മുമ്പോട്ട് പോകാൻ എന്ന ഉദ്ദേശത്തോടെയാണ് എന്നെ വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. കൂത്തുപറമ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം തീർച്ചയായിട്ടും വളരെ ആഹ്ലാദകരവും അഭിനന്ദനാർഹവുമായിട്ടുള്ള വിജയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാരുടെ ഉൾപ്പെടെ വോട്ട് നേടിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂത്തുപറമ്പിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച LDFിൻ്റെ വോട്ടർമാർക്ക് എന്നതുപോലെ തന്നെ പ്രവീണിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും ജനാധിപത്യ വിശ്വാസികളായ ആളുകളെയും ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് പോലെ എടുത്തു നോക്കിയാൽ കൂത്തുപറമ്പിൻ്റെ വിജയം കൂടുതൽ തിളക്കമാർന്നതാണ്. കൂത്തുപറമ്പിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ നാട്ടിൻ്റെ പ്രതിനിധിയായി PK പ്രവീണിനെ തിരഞ്ഞെടുത്തതിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, PK പ്രവീൺ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രവിയെ സ്നേഹിക്കുന്നവരും അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ
കൂടുതൽ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിജയമുണ്ടായത്. എന്തായാലും വിജയത്തിലും അതിൽ പ്രവർത്തിച്ചവർക്കും വോട്ട് ചെയ്തവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വിജയം കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ നമ്മുടെ ചുവപ്പ് മണ്ണിൽ നിന്ന് വീണ്ടും ഇടതുപക്ഷ മുന്നണി ജയിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ചാലകശാസ്ത്രികളും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. മാഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ടി അശോക് കുമാറിന് തിളക്കമേറിയ വിജയം. 1115 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മുൻ MLA രമേശ് പറമ്പത്തിനെ പരാജയപ്പെടുത്തിയത്. ജനങ്ങൾ തന്നിലർപ്പിച്ച വിശ്വാസം എന്നും കാത്തുസൂക്ഷിക്കുമെന്ന് അശോക് കുമാർ പ്രതികരിച്ചു. മാഹി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ടി അശോക് കുമാർ ശ്രദ്ധേയമായ വിജയവുമായി മുന്നിലെത്തി. അന്തിമ ഫലത്തിൽ 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അശോക് കുമാർ വിജയം കൈവരിച്ചത്. മണ്ഡലത്തിലെ 1 മുതൽ 31 വരെ ബൂത്തുകളിൽ നടന്ന വോട്ടെടുപ്പിന്റെ എണ്ണൽ 4 റൗണ്ടുകളിലായാണ് പൂർത്തിയായത്. ആദ്യ റൗണ്ടിൽ തന്നെ ശക്തമായ ലീഡ് നേടിയ അശോക് കുമാർ പിന്നീട് എല്ലാ റൗണ്ടുകളിലും മുന്നേറ്റം നിലനിർത്തി. ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ വിജയം ഉറപ്പായതോടെ പ്രവർത്തകർ വിജയാഘോഷങ്ങൾ ആരംഭിച്ചു. കണക്കുകൾ പ്രകാരം LDF 8375 വോട്ട് നേടി മുന്നിലെത്തി. കോൺഗ്രസ് 7260 വോട്ടോടെ രണ്ടാം, BJP 6969 വോട്ടോടെ മൂന്നാം സ്ഥാനവും നേടി. കോൺഗ്രസിൽ നിന്ന് വേർപെട്ട് മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി 800 വോട്ടാണ് നേടിയത്. വിജയത്തിന് പിന്നാലെ കാരായി രാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ, തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി CK രമേശൻ എന്നിവർ മാഹിയിലെത്തി അശോക് കുമാറിനെ അഭിനന്ദിച്ചു. ഈ മാഹിയുടെ വികസന മുരടിപ്പും ഈ മാഹിയിലെ ജനങ്ങളുടെ വിവിധ ആഗ്രഹങ്ങളുടെ സഫലീകരണങ്ങൾ ഉണ്ടാവാതിരുന്നതും ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വൻ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 300 വോട്ടിനാണ് ഇവിടെ UDF ജയിച്ചത്. 300 വോട്ടിന് UDF വിജയിച്ച ഈ മണ്ഡലം 1115 വോട്ടിന് ഇത്തവണ LDF അഡ്വക്കേറ്റ് ടി അശോക് കുമാർ വിജയിച്ചത് ഈ മണ്ഡലത്തിലുള്ള ജനങ്ങളുടെ കോൺഗ്രസിനോടുള്ള അമർഷമാണ് ഇതിലൂടെ വളരെ കൃത്യമായി പ്രകടമായിട്ടുള്ളത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള തെറ്റായ ചില പ്രവണതകളും കീഴ്വഴക്കങ്ങളും BJP മാഹി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വോട്ടർമാർക്ക് പണം കൊടുത്തും വോട്ടർമാരെ പ്രലോഭിപ്പിച്ചും ഉള്ള ചില പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ BJP നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മാഹിയിലെ ജനങ്ങൾക്ക് തന്നോടുള്ള വിശ്വാസമാണ് ഈ വിജയം. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ടുതന്നെ മാറ്റത്തിനായി പ്രവർത്തിക്കുമെന്ന് അഡ്വക്കേറ്റ് ടി അശോക് കുമാർ പറഞ്ഞു. മാഹി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശക്തമായ മത്സരത്തിൽ ഇവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മാഹിയുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോണ്ടിച്ചേരി അസംബ്ലിയിലും സർക്കാരിലും സമ്മർദ്ദം ചെലുത്തി കിട്ടാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും കാലം വളരെ പിന്നോക്കം നിന്നൊരു പ്രദേശമായിരുന്നു മയ്യഴി പോണ്ടിച്ചേരി സംസ്ഥാനത്ത്.
ആ പിന്നോക്കാവസ്ഥ മാറ്റുവാൻ എൻ്റെ വിജയം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വോട്ടർമാർക്കും, എനിക്ക് വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മാഹിയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായകമായ ഈ വിജയത്തിന് ഇടതുപക്ഷ മുന്നണിയുടെ ചുക്കാൻ പിടിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ വോട്ടർമാരോട് നന്ദി അറിയിച്ചു. കേരളത്തിൽ സംവാദമില്ലാതാവുകയും വിവാദം മാത്രം അവശേഷിക്കുകയും ചെയ്തതായി കൽപ്പറ്റ നാരായണൻ. ഗാന്ധി മാർഗ പ്രചാരകനും ഡയറ്റ് പ്രിൻസിപ്പലും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്ന MP ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജി സംവാദത്തിന്റെ ആളായിരുന്നുവെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. ശ്രീരാമന്റെ രാമരാജ്യം വരണം എന്നൊക്കെയല്ലേ ഗാന്ധി പറയുന്നത്. രാമനാണെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച ആളാണ്. രാമനാണെങ്കിൽ അത്ര നേരല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അങ്ങനെ ബാലിവധം പോലെയൊക്കെ ഒരുപക്ഷെ രാവണവധം പോലും നമുക്ക് അത്രയൊന്നും യോജിക്കാൻ കഴിയാത്ത ചിലതുണ്ട്. എന്നിട്ടും മഹാത്മാഗാന്ധി എന്തിനാണ് ഈ രാമനെ തൻ്റെ മാതൃകാ പുരുഷനാക്കിയിരിക്കുന്നത്? മറ്റൊരു കൂട്ടർ രാമനെ മാതൃകാ പുരുഷനാക്കിയപ്പോൾ അവർക്ക് ചേർന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൽ ഗാന്ധി കാണാൻ കഴിഞ്ഞതൊന്നും കാണാൻ കഴിയാതെ പോവുകയും ഗാന്ധി കാണാത്തതൊക്കെ കാണുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഈ അയോധ്യയും അങ്ങനെ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധി എന്താണ് രാമനിൽ കണ്ടത്? ഹരിശ്ചന്ദ്രനെയാണ്. ധർമ്മടം മാപ്പിള LP സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ K. വിജയകൃഷ്ണൻ മാസ്റ്റർക്ക് MP ബാലകൃഷ്ണൻ പുരസ്കാരം കൽപ്പറ്റ നാരായണൻ സമ്മാനിച്ചു. പുരസ്കാര തുക വേദിയിൽ വെച്ച് തന്നെ വിജയൻ മാസ്റ്റർ മാപ്പിള സ്കൂളിന് നൽകി. അനുസ്മരണ സമിതി ചെയർമാൻ ചൂരായി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് ഡയറ്റ് സീനിയർ ലെക്ചറർ ഉണ്ണികൃഷ്ണൻ കുന്നിരിക്ക, കൊക്കോടൻ ലക്ഷ്മണൻ, കല്യാട്ട് പ്രേമൻ, VK ജയന്തൻ, PK സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. കാർത്തിക ആണ്ടല്ലൂർ ഗുരുവന്ദനം നടത്തി. OP ശൈലജ പ്രാർത്ഥന ചൊല്ലി. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായർ സ്മാരക ലൈബ്രറിയും തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം കൈരളി TV കാസർഗോഡ് ബ്യൂറോ ചീഫ് സിജു കണ്ണന് സമ്മാനിച്ചു. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ MLA അവാർഡ് കൈമാറി. 10,001 രൂപയും പ്രശസ്തി പത്രവും റെപ്കോ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്ന പുരസ്കാരമാണ് KK ശൈലജ ടീച്ചർ കൈമാറിയത്. മാധ്യമപ്രവർത്തനം കേരളത്തിൽ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ചില കമൻറ്റുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തനം അക്രമാസക്തമായിട്ട് മാറുന്നു എന്നുള്ളത്. അത് ഈ റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അധികവും വരുന്നത്. കൗതുകകരമായ വാർത്തകൾ ധാരാളമായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ചിലപ്പോൾ പർവ്വതീകരിച്ചായാലും കൊടുക്കുക എന്നത് വന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ അതിൽ മാധ്യമപ്രവർത്തകരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത് എന്നാണ് ചിലപ്പോൾ നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥ വാർത്ത ജനങ്ങളിൽ എത്താതെ വരികയും ചിലപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് മുറിവേൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ ചിലപ്പോൾ എനിക്കും അനുഭവത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചില വാർത്തകൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും അതിനുശേഷവും എല്ലാം ഞാൻ നേരിട്ട് ആ മാധ്യമ സ്ഥാപനത്തിൽ വിളിക്കും, അല്ല ഇങ്ങനെ ഒരു വാർത്ത പോകുന്ന കാണുന്നുണ്ടല്ലോ, അതിലെന്താ വസ്തുത, അത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണ്, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യമുണ്ട്. എൻ്റെ മകൻ കണ്ണൂർ എയർപോർട്ടിൽ ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ ഫ്ലാഷ് പോകുന്നു, ഇത് നെപ്പോട്ടിക്സാണ്, ശൈല ടീച്ചറുടെ മകന് ഇങ്ങനെ നിയമനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ആ മാധ്യമക്കാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത്? എൻ്റെ മകൻ അവിടെ നിയമനം കിട്ടുന്നത് UDF മിനിസ്ട്രിയുടെ കാലത്താണ്. അവിടെ ഒരു പ്രത്യേക 3 പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ പരീക്ഷ ക്ഷണിച്ചപ്പോൾ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പരീക്ഷ നടത്തിയത്. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഹെഡായിട്ട് 3 പേരെയാണ് എടുക്കുന്നത്. എൻ്റെ മകൻ M.Tech കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അവനൊരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പരസ്യം കണ്ട് അവൻ അപേക്ഷ കൊടുത്ത് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയപ്പോൾ അവൻ ഫസ്റ്റായിട്ട് വന്നു. അപ്പോൾ പിന്നെ നിയമിക്കാതെ തരവില്ലല്ലോ.
എന്നിട്ടും ആ നിയമനം ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം അണിയറയിൽ നടത്തിയിരുന്നു. എന്നോട് ഒരാൾ ചോദിച്ചു, ആളെ പേര് പറയുന്നില്ല. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. സിജു കണ്ണൻ പുരസ്കാരം ചെയ്ത ഞാൻ അദ്ദേഹത്തിൻ്റെ അവാർഡ് പരിഗണിക്കുമ്പോൾ ധർമ്മസ്ഥലത്തെ സംഭവം സംബന്ധിച്ചെല്ലാം അയാൾ അയച്ചു തന്ന കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു. തീർച്ചയായും അത് അർഹതപ്പെട്ട ഒരു എന്നുള്ളത് കൊണ്ടായിരുന്നാണ് ഞങ്ങൾ അംഗീകരിച്ചത്. പുസ്തകത്തെ പറ്റിയല്ല ഞാൻ പറയാൻ, അത്ര അഗാധമായ പഠനമൊന്നും പുസ്തകം നടത്തിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, നവാസ് മേത്തയെ സംബന്ധിച്ച് നവാസ് മേത്ത തന്നെ ആ പുസ്തകത്തിൻ്റെ ആമുഖമായി പറഞ്ഞിട്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗമുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള പുസ്തകം വായിക്കുമ്പോൾ ഏറ്റവും വേദനാജനകമുണ്ടാകുന്ന സംഭവമാണ്. നവാസ് പറഞ്ഞ ശരിയാണ്. നവാസിനെ തലശ്ശേരി കണ്ടുമുട്ടുന്നത് ഏറ്റവും ആദ്യം കണ്ടുമുട്ടുന്ന വ്യക്തി ഞാനാണ്. ആ നവാസ് അതിൻ്റെ വളർച്ചയാണ്. നവാസിൻ്റെ വളർച്ചയുടെ ഒരു രേഖാചിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വളരെ വേഗതയിൽ വായിച്ചു പോകും, വളരെ വേദനയോടുകൂടിയും വായിച്ചൊരു വരികളാണതെല്ലാം. നവാസ് മേത്ത എന്താണ് ഞാൻ എന്നുള്ള സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വാചകങ്ങൾ കേരളത്തിന് മാത്രമല്ല കണ്ണൂർ ജില്ല തലശ്ശേരിക്ക് അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങാൻ ഞാൻ എന്താണ് എന്ന് നവാസ് മേത്തയുടെ വാക്കുകൾ. അങ്ങനെ വളർന്നു വന്ന നവാസ് മേത്ത സക്സസ് സക്സസ് സ്റ്റോറി, അതാണ് എനിക്ക് അതിനെ കൂട്ടി വായിക്കാൻ തോന്നി. ഇപ്പം ഒരു ചാനൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി എടുക്കുന്നത്, ഓരോരുത്തരുടെയും അവരുടെ പിന്നിട്ട വഴികളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സമൂഹത്തിൽ അവർ വഹിച്ച പങ്ക്, അവർ സമർപ്പിച്ച അവരുടെ സമർപ്പണം ഒക്കെ ഏറ്റവും ഭംഗിയായി വിശദീകരിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലായത് ഇതായിരിക്കും ഇതിൻ്റെ കാര്യം. താൻ കടന്നു വന്ന വഴികളെല്ലാം എങ്ങനെയാണ് വിജയപ്രദമാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് തനിക്കുണ്ടായ അറിവും തൻ്റെ അനുഭവങ്ങളും മറ്റുള്ളതാക്കി മാറ്റാൻ വേണ്ടി പറയുമ്പോൾ ഏറ്റവും കഴിവുറ്റ തന്നെയാണ്. നവാസ് മേത്തർ എഴുതിയ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തക ചർച്ചയും നടത്തി. പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനവും ശൈലജ ടീച്ചർ നിർവഹിച്ചു. പുസ്തക ചർച്ചയിൽ CK സ്മിത, T ഹരിദാസൻ, അനീഷ് പാദ്രിയാട്, അന്വയ രാജേന്ദ്രൻ, ധ്രുവ N വിനീഷ്, N സിറാജുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. സിജു കണ്ണൻ മറുമൊഴി പ്രസംഗം നടത്തി. അവിടെ നമ്മുടെ ക്യാമറയും മൈക്കും കണ്ടാൽ അടികിട്ടുമെന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അടികിട്ടുമെന്നുള്ളൊരു സാഹചര്യത്തിൽ പോയിട്ടാണ് അവിടെ നിന്ന് കുറേ ദിവസം വാർത്തയെടുക്കുന്നത്. ധർമ്മസ്ഥലയിൽ എവിടെയും മുറിയെടുക്കാതെ 15 കിലോമീറ്റർ അകലെ മാറി മുറിയെടുത്തുകൊണ്ട് രാവിലെ ധർമ്മസ്ഥലയിൽ ബോർഡ് വണ്ടിയിൽ പ്രസിഡന്റ് സ്റ്റിക്കറൊന്നും ഇല്ലാതെ പോയി. അങ്ങനെയാണ് നമ്മൾ ആദ്യം വാർത്തയെടുത്തിരുന്നത്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് എന്തും എഴുതാനും എന്തും പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ പുറത്തുള്ള യാത്രകളിൽ പോകുമ്പോഴാണ്. രണ്ടാം ഘട്ടമായി ധർമ്മസ്ഥലയിൽ പോകുമ്പോൾ അസ്ഥികൂടം കുഴിച്ചെടുക്കുന്ന സമയത്ത് 3 ദിവസം അവിടെ നിന്നു. 3-ാമത്തെ ദിവസവും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആദ്യം വാർത്ത കൊണ്ടുവന്ന് യൂട്യൂബർമാരെ അടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു, ഇവിടുന്ന് വണ്ടി വിടുന്നതാണ് നല്ലത്, നിങ്ങൾ ബാക്കി കേരളത്തിലെ പോലെ അല്ല സാഹചര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ചാനലുകാരും മുഴുവൻ ചാനലുകാരും ആ സമയത്ത് അവിടെ എത്തി. പി ദിനേശൻ സ്വാഗതവും ബബിഷ ബാബു നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര.
ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം, ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965681383 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ചെണ്ടയാട് ദീനദയാൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദീനദയാൽ ഉത്തര കേരള കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സി സദാനന്ദൻ മാസ്റ്റർ MP ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭാ അംഗം MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞാനും വളരെ മുമ്പ് തന്നെ ഈ പ്രദേശത്ത് ഇടയ്ക്ക് വരാറുള്ള ആളാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്ന് നമ്മുടെ ഈ നാടിന് വെളിച്ചമേകാൻ കഴിയുന്ന കർമ്മധീരരായ ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, സാമാന്യ ജനങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്നത് അന്നേ മനസ്സിലാക്കാൻ സാധിച്ചതാണ്. നമ്മളിപ്പോൾ ഒരു കളിയുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് കേവലം ഒരു കായിക മത്സരത്തിന് ദൃക്സാക്ഷികളാവുക എന്ന തരത്തിൽ മാത്രമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരത്തെ നമ്മുടെ ഈ കളിക്ക് ഹരം പകർന്നുകൊണ്ടിരിക്കുന്ന ആങ്കർ ഏറ്റവും മനോഹരമായ ഭാഷയിൽ ദീൻദയാൽ ഉപാധ്യായയെ സ്മരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ ഗ്രാമത്തിൽ ഇതുപോലെ ഒരു കായിക മാമാങ്കം നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമൊക്കെ വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. താനിയുള്ളവർ പത്ത് ജനാർദ്ദനൻ, കല്ലിൽ രഘുനാഥ്, ആർ മനോജ് അധ്യക്ഷത വഹിച്ചു. KC വിഷ്ണു, K സുബിൻ, നിധുൻ, ദിനേശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാശിയേറിയ കബഡി മത്സരം നടന്നു. ജഡ്ജ് നമ്പർ 10 പ്രണവ്, ക്യാപ്റ്റൻ ഓൺ ടീം. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ മാലിന്യമുക്ത നവകേരളം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. മെഗാ ശുചീകരണം ചോനാടം കിൻഫ്ര പാർക്കിന് സമീപത്താണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ട്യത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സുശീൽ ചന്ദ്രോത്ത് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകല, പഞ്ചായത്ത് സെക്രട്ടറി TK ജസിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സാരഞ്ജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, പ്രമിഷ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് NCC വളണ്ടിയർമാർ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കതിരൂർ അക്വറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ പഠിതാക്കൾക്കുള്ള നീന്തൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 150ഓളം കുട്ടികൾ പരിശീലനം നേടി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്ര സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അജൽ കൃഷ്ണ P, യോഗമാല ഇഷ പാർവതി ടിയ, ദിവിൻ ദേവ്. അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നീന്തൽ പരിശീലനം നേടിയാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഗുണങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഹൃദയാരോഗ്യം വർദ്ധിക്കും. ഇത് നമ്മുടെ ഒരു ജീവൻ രക്ഷാ പരിശീലനം തന്നെയാണ്. കാരണം അക്വറ്റിക് ക്ലബിന്റെ ചരിത്രം ഒരുപാടുണ്ട് നമുക്ക് പറയാൻ. റിപ്പോർട്ട് 2012 കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതി ആരംഭിച്ചപ്പോൾ അതിന്റെ വിജയത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട അക്വറ്റിക് ക്ലബ്. പിന്നീട് അതിന്റെ ഒരു പ്രയാണം ഇന്നേ വരെ ഇന്നതിന്റെ ഈ വർഷത്തെ സർട്ടിഫിക്കറ്റ് വിതരണം. നമുക്കറിയാം 5000-ലധികം വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ
അത് ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു പ്രവർത്തനമായി നമ്മുടെ നാട്ടിൽ മാറി. പഞ്ചായത്ത് അംഗം CV ധനേശൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി PV ഋഷികേശൻ, ക്ലബ്ബ് പ്രസിഡന്റ് KK മോഹനൻ, KV രജീഷ്, T ശ്രീജേഷ്, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് U ഗീത എന്നിവർ സംബന്ധിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 150ഓളം പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കതിരൂർ സൂര്യനാരായണ ക്ഷേത്ര ചിറ ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ചിറകളിലാണ് പരിശീലനം നടത്തിയത്. 21ഓളം പേരാണ് നീന്തൽ പരിശീലകരായത്. ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വടക്കുംപാട് കാളിയിൽ ബോട്ട് ജെട്ടിയിൽ ചിത്രകലാ ക്യാമ്പ് നടത്തി. 60 ചിത്രകാരന്മാർ പങ്കെടുത്ത ചിത്രകലാ ക്യാമ്പിൽ രചിക്കപ്പെട്ട ചിത്രങ്ങളുടെ ചിത്ര പ്രദർശനവും വിൽപ്പനയും ഇതോടനുബന്ധിച്ച് നടന്നു. ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. ചിത്രകലാ ക്യാമ്പിൽ വരച്ച ചിത്രങ്ങളുടെ ചിത്ര പ്രദർശനവും വിൽപ്പനയും നടന്നു. ജീവൻജി വരച്ച ചിത്രം മഹേഷ് മാറോളിക്ക് നൽകി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വില കൂടിയ ചിത്രങ്ങളുടെ ഒരു ആണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ദുരന്തം എന്താ? 37 വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ദുരന്തമായ ജീവിതമാണ്. ഞാൻ അതിന്റെ ആത്മകഥ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇപ്പൊ മാർക്സിലൊക്കെ പറയും പോലെയാണ്. മാർക്സൊക്കെ ജീവിക്കുന്ന കാലത്ത് കോട്ട് വിറ്റിട്ടാണ് സ്വന്തം മകളുടെ ശവസംസ്കാരം നടത്തിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ ഗതിയാണ് വിൻസെന്റ് വാൻ ഗോഗിന്. പക്ഷേ സൂര്യകാന്തി പൂവും വെള്ളക്കയും ഭക്ഷിക്കുന്നവരും അവരുടെ സെൽഫ് പോർട്രേറ്റും ഇതൊക്കെ ലോകോത്തരമായ ചിത്രങ്ങളാണ്. നമുക്കിപ്പോഴും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. ഇപ്പൊ ലോകത്തെ ഒരുപാട് ചിത്രകലക്ക് അതിൻ്റെതായിട്ടൊരു ഭാഷയുണ്ട്. ചിത്രകലയുടെ ഭാഷ എന്താ? വരയും വർണ്ണവും അതിൻ്റെ പ്രതലവുമാണ്. അപ്പോൾ ഈ ഭാഷ ഉപയോഗിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സങ്കേതമാണ് ചിത്രകല. പക്ഷേ ഏറ്റവും ദുരന്തം എന്താ? ഇന്ത്യൻ ചിത്രകലക്കും നമ്മുടെ മലയാള രംഗത്തുള്ള ചിത്രകലക്കും ഇത്തരത്തിലുള്ള പാശ്ചാത്യ ലോകോത്തരമായ ചിത്രകല അതിൻ്റെ ഒരു വിലയും നിലയും ഇല്ലാത്ത നമുക്ക് ആകെ. KCP പ്രസിഡന്റ് പ്രമോദ് അടുത്തുല അധ്യക്ഷത വഹിച്ചു. KP പ്രമോദ്, KV വിഭിത, സന്തോഷ് ചുണ്ട, M സുനിൽ മാസ്റ്റർ, KC വേണു എന്നിവർ സംസാരിച്ചു. തലശ്ശേരി പെരുന്താറ്റിലെ ശിവപുരോട്ട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവം ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുകയാണ്. മഹോത്സവത്തിന്റെ ഭാഗമായി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശാരദാ ഭജൻസ് സംഘത്തിന്റെ ഭജന ശ്രദ്ധേയമായി. ഭക്തിഗാനങ്ങളാലും നാമസങ്കീർത്തനങ്ങളാലും നിറഞ്ഞ ഭജന പരിപാടി ക്ഷേത്ര പരിസരത്തെ ആത്മീയ വേദിയാക്കി മാറ്റി. 12 പേരടങ്ങുന്ന വനിതാ സംഘമാണ് ഭജനയ്ക്ക് നേതൃത്വം നൽകിയത്.
രജിത രാജീവ്, സുജാത ചന്ദ്രൻ, ദേവനന്ദ ഷാജി, യമീഷ, യറിഷ്മ, നിഷാരി എന്നിവർ മുൻനിരയിൽ നിന്ന് ഭജനയെ നയിച്ചു. സംഘത്തിലെ ഓരോരുത്തരും സമർപ്പണ ബോധത്തോടും ഭക്തിയോടും കൂടി അവതരിപ്പിച്ച ഗാനങ്ങൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള ആത്മീയാനുഭവം പകർന്നു. മഹോത്സവ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ, പൂജകൾ, ഭജനകൾ എന്നിവ തുടരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ഭക്തരാണ് ദിവസേന ക്ഷേത്രത്തിലെത്തി മഹോത്സവത്തിൽ പങ്കുചേരുന്നത്. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enriched co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്.
ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കേരള മുസ്ലിം ജമാഅത്ത് കൂത്തുപറമ്പ് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച സെന്റിനറി അസംബ്ലി കുട്ടിക്കുന്ന് മഖ്ദൂമിയ എഡ്യു ക്യാമ്പസിൽ വെച്ച് നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സക്കാഫി ചൊക്ലി ഉദ്ഘാടനം ചെയ്തു. എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച് പരിചയപ്പെടുത്തിയ ആ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ചരിത്രത്തിൽ തർക്കമില്ല. ആ കാലത്ത് ഈ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇസ്ലാം കേരളത്തിൽ പ്രചാരണം ആരംഭിച്ചതിന്റെ ചരിത്രത്തിൽ, അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സമന്വയിപ്പിച്ചാലും അത് 3 നൂറ്റാണ്ടിന്റെ അപ്പുറത്തേക്ക് പോകില്ല. ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് ഹബീബ് പറഞ്ഞ ആ നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ വന്നു. കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് സ്വഹാബിമാരാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. മുസ്ലിം ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ല. അത് അഹ്ലുസുന്ന അല്ലെങ്കിൽ അഹ്ലുൽ വലാല എന്ന വ്യത്യാസമില്ല. ഉത്തമവാദികളെന്നോ അഹ്ലുസുന്നത്തിന്റെ ആളുകളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സ്വഹാബത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത്. അബ്ദുൽ നാസർ സക്കാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സക്കാഫി മാളികേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. KV സമീർ മാസ്റ്റർ ചെറുകുന്ന് പദ്ധതി വിശദീകരിച്ചു. ഫൈലുർ റഹ്മാൻ ഷാമിൽ ഇർഫാനി ആമുഖ പ്രഭാഷണം നടത്തി. SYS, SSF, SMA, SJM എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാഫിള് ഷമീർ സഹദി, മുഹമ്മദ് അലി മുസ്ലിയാർ നീർവേലി, സുഹൈൽ അസ്ഹരി, ഇബ്രാഹിം മാസ്റ്റർ, സ്വാലിഹ് അമാനി എന്നിവർ സംസാരിച്ചു. അമീർ അലി പൊയ്യനാട് സ്വാഗതവും മുനവർ കാമിൽ സക്കാഫി മെരുവമ്പായി നന്ദിയും പറഞ്ഞു. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ടൗണുകളിൽ മെഗാ ശുചീകരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം കടവത്തൂർ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി നിർവഹിച്ചു. കടവത്തൂർ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ടൗൺ വാർഡ് അംഗം CN പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുനീറ സുഹൈൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നസീമ ചാമാളിയിൽ, KP അർഷിഫ, വാർഡ് അംഗങ്ങളായ വേണുഗോപാൽ എറ്റുമൽ, ജരീദ അഴകത്ത്, ആരിഫ വാണിയേക്കണ്ടി, A രാഘവൻ മാസ്റ്റർ, അബ്ദുള്ള പാലേരി, MP നാരായണൻ, K ഷീബ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി.
മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പിണറായി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷേർലി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷേർലി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി വി രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം കെ പ്രേമൻ സ്വാഗതം പറഞ്ഞു. മുൻ പ്രസിഡന്റ് കെ കെ രാജീവൻ, പഞ്ചായത്ത് സെക്രട്ടറി ലിവിൻ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. CHC JHI വാർഡ് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. എല്ലാ വാർഡ് അടിസ്ഥാനത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പെരുന്താറ്റിൽ ശിവപുരോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച സമാപിക്കും. പെരുന്താറ്റിൽ ശിവപുരോട്ട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിന് തുടക്കമായി. മെയ് 5 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ പുനഃചടങ്ങുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. തലശ്ശേരിയിൽ ആദ്യമായി UV പ്രിന്റിംഗുമായി കളറിംഗ് ഡിജിറ്റൽ സൈൻ പ്രിന്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിംഗ് അഡ്വർടൈസിംഗ് ഗ്രൂപ്പ് എരഞ്ഞോളിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പഴയ എരഞ്ഞോളി പാലത്തിന് സമീപം അമൃത ബിൽഡിംഗിലാണ് കളർ ഇങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ക്ലോത്ത് പ്രിന്റ്, വിനൈൽ പ്രിന്റ്, ഗ്ലാസ് പ്രിന്റ്, ഫോം ബോർഡ് പ്രിന്റ്, സൺ പാക്ക് പ്രിന്റ്, മെറ്റൽ ആൻഡ് PVC പ്രിന്റ്, വാൾപേപ്പർ പ്രിന്റ്, അക്രലിക് ഷീറ്റ് പ്രിന്റ്, വിസിറ്റിംഗ് കാർഡ്, വെഡിംഗ് കാർഡ്, നോട്ടീസ്, ബിൽ ബുക്ക്, ബ്രോഷർ, A3 പ്രിന്റ്, സൺ പാക്ക് പ്രിന്റ്, LED ബോർഡ്, വാൾപേപ്പർ പ്രിന്റ് എന്നീ സേവനങ്ങൾ കളർ ഇങ്കിൽ ലഭ്യമാണ്. തലശ്ശേരി മേഖലയിൽ തന്നെ ആദ്യമായി UV പ്രിന്റിംഗ് കളർ ഇങ്കിൽ ലഭ്യമാണ്. മാനേജിംഗ് ഡയറക്ടർ അനൂപ് കുമാർ, ലിജിന അനൂപ്, അനുഷ്ക അനൂപ്, ലിയോന അനൂപ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. P. രാമൻ, NP പ്രജിത്ത്, അമൃത ബിൽഡിംഗ് ഉടമ കനകരാജ്, AK വസന്ത, AK ചന്ദ്രൈ, മിനി എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സുനാമി 102 സീറ്റുമായി അധികാരത്തിൽ. LDF 35 സീറ്റിലൊതുങ്ങി. NDAക്ക് ചരിത്രത്തിലാദ്യമായി 3 MLAമാർ. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും UDF തരംഗത്തിലും LDFന് അഭിമാനമായി തലശ്ശേരിയും കൂത്തുപറമ്പും. കാരായി രാജനും PK പ്രവീണും കന്നി അംഗത്തിലൂടെ നിയമസഭയിലേക്ക്. മാഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് T അശോക് കുമാറിന് തിളക്കമേറിയ വിജയം. മുൻ MLA രമേശ് പറമ്പത്തിനെ പരാജയപ്പെടുത്തിയത് 1115 വോട്ടുകൾക്ക്. കേരളത്തിൽ സംവാദമില്ലാതാവുകയും വിവാദം മാത്രം അവശേഷിക്കുകയും ചെയ്തതായി സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. MP ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷികം ആചരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.